നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ മുസ്ലിം പരാമർശത്തിൽ പ്രതികരിക്കാനില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പരാമർശത്തിൽ മോദിക്കെതിരെ പരാതി കിട്ടിയോ എന്ന ചോദ്യത്തിനും കമ്മീഷൻ മറുപടി നൽകിയില്ല. വിദ്വേഷ പ്രസംഗത്തിലൂടെ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയതിനാൽ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് കമ്മീഷൻ സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും മോദിയെ വിലക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് കോൺഗ്രസ് പരാതിപ്പെട്ടു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നായിരുന്നു മോദിയുടെ പ്രസംഗമധ്യേയുള്ള ആരോപണം. രാജസ്ഥാൻ പ്രസംഗത്തിൻ്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ CPM ഡൽഹി പോലീസിന് പരാതി നൽകി. CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും ദില്ലി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുഷ്പീർ സിംഗ് ഗ്രേവാളുമാണ് പരാതി നൽകിയത്. ഡൽഹി മന്ദിർമർഗ് പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കാത്തതിനെ തുടർന്ന് ഡൽഹി പോലീസ് കമ്മീഷണർക്കാണ് പരാതി അയച്ചു കൊടുത്തതെന്ന് CPM അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ പ്രസംഗം തീർത്തും രാജ്യവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുസ്ലിം വിഭാഗത്തെ നുഴഞ്ഞുകയറ്റക്കാരായി വിശേഷിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. എന്നാൽ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിങ്ങളുടെ പേര് കാണാൻ സാധിക്കും. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സാങ്കല്പ കഥകൾ കെട്ടിച്ചമച്ച് മുസ്ലിം വിരോധം ജനങ്ങളിൽ വളർത്തുന്ന പ്രചരണമാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തൃശൂർ പൂരം നടത്തിപ്പിൽ പോലീസ് ഇടപെടാത്ത വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നും പോലീസ് സുരക്ഷ മാത്രം നോക്കിയാൽ മതിയെന്നും തിരുവമ്പാടി ദേവസ്വം. പൂരം നടത്തിപ്പ് ചുമതല ദേവസ്വങ്ങൾക്കാണെന്നും ആചാര അനുഷ്ഠാനങ്ങൾ ഉദ്യോഗസ്ഥ താൽപര്യത്തിന് മാറ്റാൻ അനുവദിക്കില്ലെന്നും ദേവസ്വം അറിയിച്ചു. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയ ഇടതുപക്ഷം വലിയ തെറ്റ് ചെയ്തുവെന്ന് നടൻ പ്രകാശ് രാജ്. രണ്ട് മതേതര മുന്നണികളെ തമ്മിലടിപ്പിച്ച് വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ആനുകൂല്യം നേടുകയെന്ന BJPയുടെ കെണിയിൽ LDF വീഴരുതായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ പരാതിയിൽ നടപടിയൊന്നുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സ്വത്തുകൾ മറച്ചുവെച്ചെന്ന പരാതിയിൽ നടപടിയെടുത്തില്ലെന്നാണ് ഹർജിയിൽ പറയുന്നത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വിവലേഷ് ഈസ്റ്റേൺ ചർച്ച് സഭാ നേതൃത്വം അറിയിച്ചു. സഭയുടെ തിരുവല്ലയിലുള്ള യൂത്ത് സെന്ററിൽ നടന്ന യോഗത്തിൽ അനിലിന് സ്വീകരണം നൽകി. ഇതാദ്യമായാണ് ഒരു ക്രൈസ്തവ സഭ BJP പരസ്യ പിന്തുണ നൽകുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സഭകൾ പിന്തുണയുമായി വരുമെന്ന് BJP ജില്ലാ സെക്രട്ടറി റോയ് മാത്യു അറിയിച്ചു. കേരളത്തിലെ കുറച്ച് കോൺഗ്രസ് നേതാക്കൾ NDAയിൽ ചേരാൻ ചർച്ച നടത്തിയെന്ന് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് NDA സഹകരണം എന്ന രീതിയിലാണ് ചർച്ച നടത്തിയതെന്നും നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്ന തനിക്ക് ഏത് സംസ്ഥാനത്തെ നേതാവുമായും ബന്ധപ്പെടാൻ കഴിയുമെന്നും ഹിമന്ത ബിശ്വ ശർമ്മ കൂട്ടിച്ചേർത്തു. തനിക്ക് കൂടുതൽ പിന്തുണ തന്നത് ഇടതു സർക്കാരാണെന്നും നാടിനെ ഏറ്റവും സഹായിച്ചത് പിണറായി വിജയനാണെന്നും പാലക്കാട് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന AV ഗോപിനാഥ്. ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്താതിരുന്നിട്ടും തന്നെ കോൺഗ്രസ് പുറത്താക്കി. പിണറായി വിജയനൊപ്പമുള്ള ഫ്ലക്സ് ബോർഡ് ഉയർത്തിയ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പൊന്നാനി സമസ്ത കൂട്ടായ്മ എന്ന പേരിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പരിഹസിക്കുന്ന ചോദ്യാവലിയുമായി സമസ്തയിലെ ഒരു വിഭാഗം. ചോദ്യാവലി ഇടത് സ്ഥാനാർത്ഥി KS ഹംസയെ പിന്തുണച്ചും ലീഗ് നേതൃത്വത്തെ ആക്ഷേപിച്ചിട്ടുമുള്ളതാണെന്ന് സമസ്ത ഉൾപ്പെടെ ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് KS ഹംസ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റ സംഭവത്തിൽ BJP പ്രവർത്തകനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി മുള്ളവന കഠിനാംപൊയ്ക്ക ജിത്തുഭവനിൽ സനൽ പുത്തൻവിളയാണ് അറസ്റ്റിലായത്. അതേസമയം കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടതാണെന്ന് പോലീസിന് മൊഴി നൽകി. KSRTC ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്തർ സംസ്ഥാന സർവീസുകൾ ആരംഭിച്ചു. 30-ാം തീയതി വരെയാണ് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് അധിക സർവീസുകൾ നടത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ
കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രക്കാരുടെ തിരക്കനുസരിച്ച് ആവശ്യമെങ്കിൽ കൂടുതൽ സർവീസ് നടത്തുമെന്നും KSRTC അറിയിച്ചു. ഹൃദ്രോഗ ചികിത്സക്കുള്ള സ്റ്റെന്റിന് കുറവ് വന്നാൽ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ച് മന്ത്രി വീണ ജോർജ്. സ്റ്റെന്റ് ഇല്ലാത്തതിന് ഒരു ആശുപത്രിയിലും ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയിട്ടില്ല. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കുറവുണ്ടായ സ്റ്റെന്റുകൾ ആശുപത്രിയിൽ നേരിട്ടെത്തിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. തിരിച്ചറിയൽ രേഖകളില്ലാത്തവർക്കും വോട്ട് രേഖപ്പെടുത്താൻ കമ്മീഷൻ സംവിധാനമൊരുക്കി. വോട്ടർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖ അന്നേ ദിവസം വോട്ടിങ്ങിനായി ഉപയോഗിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ 13 തിരിച്ചറിയൽ രേഖകളാണ് അംഗീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് മാവൂരിൽ വളർത്തുപോത്തിന്റെ കുത്തേറ്റ് 65-കാരനായ മാവൂർ പനങ്ങോട് കുളങ്ങര അസൈനാർ മരിച്ചു. പോത്തിനെ തീറ്റിച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോൾ കുത്തുകയായിരുന്നു. അതേസമയം വാൽപ്പാറ അണലി എസ്റ്റേറ്റ് തൊഴിലാളി രവിക്ക് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു. രണ്ടാം വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിന് 60-കാരിയെ കൊന്ന് സഹോദരൻ വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടി. ചെട്ടിക്കാട് സ്വദേശി റോസം ആണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.